ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു സൂപ്പറായ സമൂസയാണ് തയ്യാറാക്കുന്നത്. ചിക്കനും ബീഫും ഇല്ലാതെ ഒരു വെറൈറ്റി ആയ വെജ് സമൂസ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. വെജിറ്റബിൾ സമൂസ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊരു പച്ചമണം മാറുന്നത് വരെ ഒന്നൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുതായി എരിഞ്ഞ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ഒരു 4 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സൈസ് ക്യാരറ്റ് ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സുകളായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 വലിയ പൊട്ടാറ്റോ ഇതേപോലെ ചെറിയ ക്യൂബ്സുകളാക്കിയിട്ട് ഞാൻ 2 വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുത്തതാണിത്. കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പൊട്ടാറ്റോ ആണ് കേട്ടോ. രണ്ട് മീഡിയം സൈസുള്ള പൊട്ടറ്റോ ചെറിയ ക്യൂബ്സുകളായി കട്ട് ചെയ്തത് ഈ ഒരു രൂപത്തിൽ. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് വാട്ടിയെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ക്യാബേജ് ഉണ്ടല്ലോ, അത് 1 കപ്പ് ക്യാബേജ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും കാബേജൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രീൻ പീസ് കടല ആഡ് ചെയ്യണം. ഒരു വിസിലിൽ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ വെജിറ്റബിൾ സമൂസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതേപോലെ സമൂസ ഷീറ്റ് നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ പശ ഉണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി
മാറ്റി വെച്ച നമ്മുടെ പശ ഒന്നുകൂടി കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു അറ്റത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം മടക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് കണ്ടോ, ഈ ബാക്കിയുള്ള ഈ ബാലൻസ് വന്ന ഷീറ്റ് ഓക്കെ. അങ്ങനെ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25 സമൂസ നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് പുതിയൊരു അടുത്ത നല്ലൊരു റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.